അപ്പൊ ഇന്ന് മാർച്ച് 8 2024 ഇന്നത്തെ ദിവസം പ്രത്യേകത നിങ്ങൾക്ക് അറിയാവോ? ഇന്നാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മാവൂർ റോഡിലെ ബ്ലൂ ഡയമണ്ട് മാളിലെ മിറാജ് സിനിമാസ് ഓപ്പൺ ചെയ്തത് കേട്ടോ. അപ്പോഴേ തിയേറ്ററിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ബ്ലൂ ഡയമണ്ട് മാള് നിന്നിരുന്ന സ്ഥലത്താണ് ഒരു 41 വർഷം മുമ്പ്, അതായത് 1983 ഏപ്രിൽ 10 നമ്മുടെ ബ്ലൂ ഡയമണ്ട് തിയേറ്റർ 70mm തിയേറ്റർ ഓപ്പൺ ചെയ്തത് കേട്ടോ. അപ്പൊ അന്ന് തിയേറ്ററിലെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധാത എന്ന് പറഞ്ഞ ഒരു ഹിന്ദി മൂവി ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ആ തിയേറ്റർ നിന്നിരുന്ന സ്ഥലത്തിലെ ഏറ്റവും പുതിയ തിയേറ്റർ, നിങ്ങൾ ആലോചിച്ച് നോക്കിയ 41 വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ തിയേറ്റർ അവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മൾ ഈ ടൈം ട്രാവൽ എന്നൊക്കെ പറയുമല്ലോ, ഏതാണ്ട് അതുപോലെയൊക്കെ തോന്നുന്നുണ്ടോ? അതായത് പണ്ടുള്ള ആൾക്കാർ ഇപ്പം ഈ ഒരു അവസ്ഥ നോക്കി കാണുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കും, ഓ അന്ന് ആ തിയേറ്റർ ആയിരുന്നു, ഇന്ന് അവിടെ പുതിയ തിയേറ്റർ വന്നിരിക്കുകയാണ്. യെസ്, അപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു നാഷണൽ മൾട്ടിപ്ലക്സ് ആണ് നമ്മുടെ മിറാജ് സിനിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോകളായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈകിപ്പിക്കാതെ നമ്മുടെ മിറാജ് സിനിമാസിന്റെ അകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ബ്ലൂ ഡയമണ്ട് മാളിലെ മിറാജ് സിനിമാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 3 സ്ക്രീനാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലൂ ഡയമണ്ട് മാളിലെ 3rd ഫ്ലോറിലാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ വരുന്നത് കേട്ടോ. അപ്പൊ ഒരുപാട് സംസ്ഥാനങ്ങളിലായിട്ട് ഒരുപാട് സ്ക്രീനുകളുള്ള ഒരു നാഷണൽ മൾട്ടിപ്ലക്സ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ലക്ഷറീസ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ബ്ലൂ ഡയമണ്ട് മാളിലെ മിറാജ് സിനിമാസ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ഗോൾഡൻ ഗ്ലോ നമുക്ക് ഇവിടെയും കാണാനായിട്ട് പറ്റും. നല്ല ലക്ഷറി ഫീൽ തന്നെ ഈ ഒരു വെയിറ്റിംഗ് ലോബിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നമുക്ക് ഇരിക്കാനായിട്ട് പ്രീമിയം ചെയേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ പോപ്കോൺ കൗണ്ടർ എല്ലാം നല്ല ലക്ഷറീസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആയിട്ട് കുടിവെള്ളം കൊടുക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അത് തിയേറ്ററുകാരുടെ ഒരു ഔദാര്യമല്ല, ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് അവർ തരണം, ഫ്രീ ആയിട്ട് തന്നെ തരണം. അപ്പൊ അത് ഇവിടെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളും നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ ഇവിടെ അവര് ഗ്ലാസ് ഉൾപ്പെടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പൈസ കൊടുത്ത് വെള്ളം കുടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അവിടുന്ന് കിട്ടും. അവിടുത്തെ സ്നാക്ക് കൗണ്ടറിന് അതൊരു വലിയ അടിയായിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് എല്ലാ തിയേറ്ററിലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അവരത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിയേറ്റർ സ്ക്രീനിലേക്ക് കടക്കാം. 3 സ്ക്രീൻ ആണല്ലോ. അപ്പം നമുക്ക് സ്ക്രീൻ 1ന്റെ കാര്യം നോക്കുവാണെങ്കിലേ അവിടെ മൊത്തം 131 സീറ്റാണ് വരുന്നത് കേട്ടോ. സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ഇങ്ങനെ 3 കാറ്റഗറിയാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോൾബി 7.1 ആണ് ഈ ഒരു സ്ക്രീൻ 1-നകത്ത് വരുന്നത്. ഇനി സ്ക്രീൻ 2ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് 2 സ്ക്രീനിലും ഇല്ലാത്ത ഒരു അഡീഷണൽ റോ ഓഫ് സീറ്റ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് റിക്ലൈനർ സീറ്റ് തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ സീറ്റിന്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, അതുപോലെ ഏറ്റവും പുറകിലായിട്ട് റിക്ലൈനർ സീറ്റ് വരുന്നുണ്ട്. 12 റിക്ലൈനർ സീറ്റാണ് ഏറ്റവും പുറകിലായിട്ട് ഈ ഒരു ഓഡി 2-ൽ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. പിന്നെ ഇവിടെ മൊത്തം 180 സീറ്റാണ് വരുന്നത്. പിന്നെ സൗണ്ട് ഫോർമാറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെയും ഡോൾബി 7.1 ആണ് വരുന്നത്. ഇനി ഇവിടുത്തെ അതായത് മിറാജ് സിനിമാസിലെ ഏറ്റവും വലിയ സ്ക്രീനും സ്പെക്കിന്റെ കാര്യത്തിലും സീറ്റിന്റെ കാര്യത്തിലും ഒക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ക്രീൻ 3 ആണ്. ഇനി സീറ്റിന്റെ കാറ്റഗറി നോക്കുവാണെങ്കിൽ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ഇങ്ങനെ 3 കാറ്റഗറിയാണ് ഈ ഒരു സ്ക്രീനിൽ വരുന്നത് കേട്ടോ. ഇവിടെ റെഗുലർ സീറ്റ് വരുന്നില്ല. പിന്നെ സൗണ്ട് ഫോർമാറ്റ് നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഡോൾബി അറ്റ്മോസ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മൊത്തം സീറ്റിന്റെ എണ്ണം നോക്കുവാണെങ്കിൽ 192 സീറ്റാണ് വരുന്നത്. ഇനി എല്ലാവരും ഉറ്റു നോക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറാജ് സിനിമാസിലെ ടിക്കറ്റ് റേറ്റ് തന്നെയാണ്. പൊതുവെ കോഴിക്കോട് ജില്ലയിലെ ടിക്കറ്റ് റേറ്റ് ഒരല്പം കൂടുതലാണ്. അത് നമ്മൾ എല്ലാ പുതിയ തിയേറ്ററുകളും പഴയ തിയേറ്ററുകളും ഒക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഫ്ലക്ച്വേറ്റിംഗ് ആണ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൾട്ടിപ്ലക്സ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 160 രൂപയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 220 രൂപയാണ് കേട്ടോ. ഇത് ഞാൻ നോർമൽ സീറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി റിക്ലൈനറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഓഡി 2-ലെ റിക്ലൈനറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 300 കാണുന്നുണ്ട്, അതുപോലെ തന്നെ 400 രൂപയും കാണുന്നുണ്ട് കേട്ടോ. അപ്പം അതും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. 300, 400 ചിലപ്പോൾ അതിലും കുറയാനൊക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ വർക്കിംഗ് ഡേയ്സിലൊക്കെ അവർ കുറയ്ക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും ഏറ്റവും മിനിമം ടിക്കറ്റ് ചാർജ് വരുന്നത് 160 രൂപയാണ്. 160 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഫസ്റ്റ് സിൽവർ കാറ്റഗറി എന്തായാലും നിങ്ങൾക്ക് സിനിമ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മിറാജ് സിനിമാസിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഒരു ഹിന്ദി, അതായത് ബ്ലൂ ഡയമണ്ട് തിയേറ്ററിൽ ഒരു ഹിന്ദി സിനിമ ആയിരുന്നല്ലോ ഫസ്റ്റ് അവർ ഇനാഗുറേഷൻ ചെയ്തത്. അപ്പം ഇവിടുത്തെ കാര്യം നോക്കുമ്പോൾ ഇവിടെ ഒരു ഹിന്ദി സിനിമയുണ്ട്, അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട് കേട്ടോ. ഹിന്ദി സിനിമ ഏതെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ അജയ് ദേവ്ഗണിന്റെ ഷെയ്ത്താൻ എന്ന് പറഞ്ഞ മൂവി ഉണ്ട്. അതുപോലെ തന്നെ ഡൂൺ 2 ആണ്. അപ്പോൾ ഈ 2 സ്ക്രീനുകളായിട്ട് അവര് ഫസ്റ്റ് ഇനാഗുറേഷൻ ഡേയിൽ തന്നെ ഇട്ടിരിക്കുന്നത്. മലയാള സിനിമകളൊന്നും ഇപ്പോൾ ഇതുവരെയായിട്ടും ലിസ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങൾ എന്തായാലും മലയാള സിനിമകളും ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ അന്ന് ബ്ലൂ ഡയമണ്ട് തിയേറ്റർ ഓപ്പൺ ചെയ്ത് അതേ ഏപ്രിൽ 10 തന്നെ വേണമെങ്കിൽ അവർക്ക് ഓപ്പൺ ചെയ്യാമായിരുന്നു. പക്ഷെ അവർ അതിന് മുന്നേ ആയിട്ട് എന്തായാലും വർക്കെല്ലാം കംപ്ലീറ്റ് ആയല്ലോ, അത് ഓപ്പൺ ചെയ്ത് അവരുടെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ കോഴിക്കോട് ജില്ലക്കാർ തിയേറ്ററിലേക്ക് പോകാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങൾ കയറി ഇരുന്ന് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളെ കണ്ടിട്ട് പറയണേ. അപ്പോൾ ഞാൻ നിർത്തുവാണേ. അടുത്ത വീഡിയോ അപ്പോൾ ബൈ.